ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ സൈലത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. സൈലത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വൈബെല്ലാം ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ സൈലത്ത് പഠിക്കണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. അടിപൊളിയായി. നമുക്ക് A to Z പോയതും വന്നതൊക്കെ മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. സ്റ്റീലിനാണെങ്കിലും ഈച്ചൂനാണെങ്കിലും. സ്റ്റീലൊന്നും അങ്ങനെ ഒരു പരിപാടിക്കും അത്ര കുളിച്ച് മാറ്റി ഒരുങ്ങി വന്നൊരു പരിപാടി വേറല്ല. കുളിച്ചാതുള്ള കുപ്പായൊക്കെ ഇട്ട് പോകുന്നത് പുതിയ കുപ്പായം കണ്ടറിഞ്ഞ് പുതിയ കോസ്റ്റ്യൂം നല്ല രാജാക്കന്മാരെ പോലുള്ള കുപ്പായൊക്കെ ഇട്ടിട്ടാണ് സ്റ്റീൽ പരിപാടിക്ക് പോയത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുട്ടതാണ് കേട്ടോ. ചിക്കനും CD മുള്ളനും നമ്മളെന്ത് ചുടാൻ പോവുകയാണ്. അപ്പോൾ CD മുള്ളനാണ് നമ്മൾ ശരിക്കും മീൻ ചൂടാൻ വിചാരിച്ച CD മുള്ള വാങ്ങിക്കണേ. ചുടാൻ യാതൊരുവിധ യോഗ്യത ഇല്ലാത്ത മീനാണ് CD മുള്ളെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടും നമ്മളിതൊന്ന് പരീക്ഷിച്ച് വെക്കാന്നുള്ള വിചാരിച്ചിട്ടാണ് CD മുള്ള ചുടാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ ഉണ്ട് കേട്ടോ. ചിക്കനിലേക്ക് നമ്മൾ ഇട്ടത് ചിക്കൻ, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, ചെറിയ ജീരകം ഇല്ലാതെ അത് കാണാതെ പഠിച്ചാണേ. ഇട്ട സാധനങ്ങൾ പറയട്ടെ, അവിടെ എന്തിനാ കാട്ടണേ. പിന്നെ പച്ചമുളക്, തൈര്, ഉപ്പ്, മല്ലിച്ചപ്പ്, പുതിന തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ ചിക്കനിക്ക് ഇട്ടാ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ അരച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മസാല തയ്യാറാക്കിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ചിക്കൻ ചുട്ടത്. പ്രതീക്ഷ എങ്ങനെയുണ്ട്? മണം എങ്ങനെയുണ്ട്? ഇഷ്ടമായ പാടത്തോളം പാടത്ത്. അപ്പോൾ നമ്മൾ മസാല തേക്കാൻ പോകാം. തിക്ക് മസാല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മസാലേൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ അറിയാം ആദ്യമായിട്ട് അടുക്കളയിൽ കയറി ഉണ്ടാക്കിയൊരു മസാലയാണിത് എന്നുള്ളത്. ഉമ്മാൻ്റെ യാതൊരുവിധ സഹായവും ഇല്ലാതെയാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈറ്റ് മറിയണേ, ലൈറ്റ് അഫി ബാക്ക് വേണ്ട. ഓ, ഇത് നല്ല മസാല കേട്ടമ്മ. മറ്റേ പെരിഞ്ചീരകത്തിൻ്റെ ഒക്കെ സ്മെല്ല് മുന്നിട്ടൊക്കെ ഉണ്ട്. തിന്നുമ്പോൾ തന്നെ സീനാവും. ഇപ്പൊ തന്നെ ഊര വാങ്ങിച്ച്. ഓ, ഉമ്മച്ചിനൊക്കെ സമ്മതിക്കണ്ടോ? 4 ചിക്കന് മസാല വെച്ച ഊര വാങ്ങിച്ച്. ഉമ്മച്ചി എത്ര കൊല്ലായി അടുക്കളയിൽ വരുന്നേ? 25 വർഷമായി അപ്പം ഉമ്മച്ചി അടുക്കളയിൽ ഇതേപോലെ പണിയെടുക്കണു. ഇമ്മച്ചി 25 വർഷം എടുത്ത പണി 25 മിനിറ്റ് പോലും എടുക്കാനുള്ള ആവതും യോഗ്യതയൊന്നും നമുക്കില്ല. അത് അടുക്കളയിൽ കയറി വയ്ക്കാൻ മനസ്സിലാവും കേട്ടോ. വ്ളോഗ് നമ്മളെന്തിനാ പറ്റാറോ? വ്ളോഗ് ഉണ്ടാക്കാനും നിങ്ങളെയൊക്കെ എന്തിനാ പറ്റാറോ? ഇതൊക്കെ കുത്തർന്ന് കാണാനും ആണ്. അന്യ തന്നെ പറ്റുക അത് കാണാൻ. അപ്പം സെല്യൂട്ട് അടിക്കേണ്ട ഉമ്മമാർക്കുണ്ടോ? ഉമ്മമാർക്ക് എല്ലാവരും സെല്യൂട്ട് കൊടുക്കത്. ഈ വ്ളോഗ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഉമ്മമാരെടുത്ത് പോവാ. സെല്യൂട്ട് കൊടുക്കുക. സെല്യൂട്ട് ഓർഡർ. ഇവിടെ മടങ്ങി നിന്നിട്ടാണ് ഊര കാണിക്കണേ അല്ലേ? സൽമാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോ, അപ്പോൾ ലേറ്റ് ഉണ്ടാവും. അപ്പോൾ ജിംഷാദാണ് CD മുള്ളം ചുടണ കേട്ടാ. ജിംഷാദ് ഇത് ചുട്ടണ CD മുള്ളം പണ്ട് ചുട്ടണല്ലോ. പേരും ടേസ്റ്റ് ആണല്ലോ. ഓ, ഈ പീസൊക്കെ ആരെ തിന്നോ? എന്തായാലും നമ്മൾ ഇത്ര ആളില്ലേ? കയ്യോന്നല്ല, തികയുമോന്ന് ചോദിക്ക്. അപ്പൊ കുറച്ചായിട്ട് സത്യം പറഞ്ഞാൽ ഈ ഫ്രീ മൈൻഡിൽ വ്ളോഗ് ചെയ്തിട്ട് ഈ മാസം നമ്മൾ തീരെ വ്ളോഗ് ചെയ്യാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു 9, 10, 12 പരിപാടികൾ മാത്രമേ നമുക്ക് ഈ മാസം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് നടക്കുന്നു. എല്ലാവരോടും ഞാൻ പറയലുണ്ട്, മസാലയൊക്കെ തേച്ച് പഠിച്ചോ. ഡിസംബർ 26 കഴിഞ്ഞാൽ പിന്നെ ജൊറ്റൊക്കെ തേക്കേണ്ടി വരും. ബാസിലേ, പലരും മസാല തേക്കാൻ ഇനി ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ്. ഡിസംബർ 26 പരിപാടിക്ക് ഡ്രസ്സ് നമുക്ക് എടുക്കാം, കയാലിന്ന് എടുക്കാം. കയാലിന്ന് എടുത്ത് അടുപ്പിച്ചാണ് തരും. ഡ്രസ്സ് നമ്മളെ ഷോപ്പിൽ നിന്നാ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഡ്രസ്സ് നമ്മളെ വീടിൽ നിന്ന് എടുക്കുള്ളൂ. ഡിസംബർ 26 പരിപാടി ഉണ്ട് കേട്ടോ. ആരോടൊന്നും ഇപ്പൊ പറയില്ല, പക്ഷെ എനിക്ക് ഡ്രസ്സ് ആർക്കും അല്ലെങ്കിലും അറിയില്ല. അതാണ് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ബാസിലെ ഒരാളതാവും. കോൾ ചെയ്യാൻ മതി. കോളിംഗ് ആൻഡ് പ്ലാനിങ് ആൻഡ് കോളിംഗ്. വണ്ടിയാണ് എടുത്താൽ മതി. വണ്ടി മാറ്റില്ല. കാട്ടില് രസം കേൾക്കണോ? ചുട്ടിലേ കണ്ടോ വരുന്നത് തന്നെ. അപ്പൊ ഞാൻ പറയുമ്പോ ചുട്ട തിന്നാൻ പോണ കണക്കാക്കിയ തിന്നാൻ കണ്ടു വന്നിട്ടില്ല. ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു കൊടുത്തോ. മസാല വളരെ തിക്ക് ആൻഡ് ജ്യൂസി ഉണ്ടോ? തിന്നോക്ക്.
നീ കൊയ്ച്ചാ മസാല. അതുകൊണ്ട് കാണിച്ചെടുത്തത് നല്ല ലക്ഷണം. അല്ലാ ഇത് പടച്ചവൻ വരെ അന്തം വിട്ടിട്ടാ. നമ്മള് അടുക്കള കയറി പടച്ചവൻ വരെ അന്തം വിട്ട് മഴ പെയ്പ്പിച്ച് പടച്ചവന്. ചുടല് അടുക്കളയിന്നായി. ഇനി പുറത്തൊന്നും ഒന്ന് ചൂടാ. ബസ് എന്താ പറയല്ലേ, ചൂടാൻ നിൽക്കിയത്. നമ്മൾ അടുക്കളയിൽ കയറിയപ്പോ പടച്ചവൻ മഴയാണ് പെയ്പ്പിച്ചു 3 മാസത്തിന് ശേഷം. അനുഗ്രഹത്തിന്റെ മഴയാണത്. ഇനി ഡിസംബർ 26-ന് അതിന്റെ ഉള്ളിൽ ഡിസംബർ 26-ന് ഇതിന്റെ ഉള്ളിൽ കൊയിച്ചാ എന്നിട്ടോ പരക്കോ ഇതാക്കി. എനിക്ക് അവിടുന്ന ഡ്രസ്, എന്റെ മക്ക അവിടുന്ന ഡ്രസ്, ജിംഷ എന്റെ മക്ക അവിടുന്ന ഡ്രസ് വിളിച്ചിട്ടില്ലേ? ബാസിലെ ഞാൻ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടാ. ബ്ലൂ ക്വീൽ മീഡിയ, ഇന്ത്യൻ ഗാലറി, അങ്ങനെ കുറച്ച് പേജുകളുണ്ട് കേട്ടോ. അതായത് എല്ലാ പരിപാടിയും കവർ ചെയ്യുന്ന കുറച്ച് പേജുകളുണ്ട് ഇൻസ്റ്റാഗ്രാമത്തെ യൂട്യൂബത്തെ കേട്ടോ. അതുപോലെ തന്നെ വളരെ മനോഹരമായ എല്ലാ പരിപാടിയും വന്ന് കവർ ചെയ്തുപോലെ പോകും. അതുപോലെ ബ്ലൂ ക്വീൽ മീഡിയാണ് വാസിലിന് ഏറ്റവും ഇഷ്ടം. നീലക്വീൽ മീഡിയ അതിനെ വിളിച്ചിട്ട് നമ്മൾട്ടാ. ബാസിൽ ഇന്നലെയും കൂടി പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ കല്യാണം ഇപ്പൊ എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. അതേപോലെ ആവണമെന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീഡിയ ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള മീഡിയ എനിക്ക് പ്രത്യേകിച്ച് ഒരു മീഡിയ ഇപ്പൊ തൽക്കാലം ഇഷ്ടമല്ല. എനിക്ക് ഏത് മീഡിയ ഇഷ്ടമല്ലെങ്കിലും 5 ബ്ലോഗർമാര് എന്റെ കല്യാണം ഒപ്പിയെടുക്കും. അന്ന് വരും. അത്രേ ഉള്ളൂ. കല്യാണം നമ്മള് സ്ട്രീമിംഗ് ഉണ്ട് കേട്ടോ. ബാസിലിന്റെ ചാനലിൽ കല്യാണത്തിന്റെ സ്ട്രീമിംഗ് ഉണ്ടാവും അല്ലേ? 26-ാം തീയതി സ്ട്രീം വരാണ്ട് 24 hour. ഹലോ ഹലോ ചെക്ക് ചെക്ക് ഒന്ന് ഓഫ് ആയിക്കാ. ചെക്ക് ചെയ്ത് നോക്കട്ടെ. കറക്റ്റ് പിടിച്ചാൽ മതി. അപ്പം CD മുള്ളൻ്റെ ഒരു സെറ്റിങ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാ. CD മുള്ളന് പടച്ചാൻ കൊടുത്തൊരു കഴിവാണ്. വയറ് തള്ളുമ്പോൾ വാ തുറക്കും. കണ്ടോ? ഒന്നുകൂടി ഒന്നുകൂടി. അതായത് CD മുള്ളന് ക്രിസ്ത്യാനോന്റെ സൗണ്ട് എടുക്കട്ടോ. അതൊക്കെ അടക്കിട്ടോ. മഴ ഒന്ന് ചോരട്ടോ മക്കളെ. എന്നിട്ട് എടുക്കാം. ഞാൻ എന്തായാലും പുറത്ത് ചൂടൽ നടക്കൂല, ഉള്ളിൽ തന്നെ ചൂടേണ്ടി വരും. അടുപ്പത്ത് ചൂടേണ്ടി വരും കേട്ടോ. ആയിക്കോട്ടെ. കാര്യമായിട്ട് കാലങ്കേശം എന്നൊരു വ്ളോഗ് ആക്കിയതാണ്. അന്ന് മഴ പെയ്ത് കലക്കി. അപ്പൊ നമുക്ക് മഴ ഒന്ന് ചോരട്ടാ. അല്ല മഴ വേണം, അതുകൊണ്ടാ പറയാം. നമ്മൾ ഉള്ളിക്ക് ചൂടും. സൗദ് എത്തിക്കണം. ചിക്കന്റെ മണം അടിച്ചുകൊണ്ട് സൗദ് വരുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ചോരട്ടോ. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് അടുക്കളയിൽ കയറിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കണേ. അടുക്കള ഒന്ന് കാണിച്ചു കൊടുത്താ നമുക്ക് ഭയങ്കര കോട ഉണ്ട് ഇവിടെ. കോട ഇപ്പൊ കോട ഇറങ്ങി. ബാസിലേ കോട ഇറങ്ങി. നമ്മൾ കുറച്ച് വേവിച്ചിട്ട് ആവൂല വിചാരിച്ചാണ്ട് വേവിച്ച ചട്ടത് വേവിച്ച് വെച്ചുമ്പോൾ ഒന്ന് പറിച്ചു വയ്ക്കണ്ട ഇവിടെ. ബാസിലെടുത്തു. കോടമഞ്ഞിൻ ഓഹോയ് താഴ്വരയിൽ ഓഹോയ്. ബാക്കി എന്താ? ഫുള്ള് കോടം വെച്ച് കോട കെടുത്താൻ ഹോം മിനിസ്റ്ററിനെ വിളിച്ചിട്ടുണ്ടോ? കുറച്ച് ആ ഊതണമ്മ തരി. കത്തി പിടിച്ചു. ഇനി ചുടുണ്ടെങ്കിലേ നേരത്തെ കാലത്തെ പറയണം കേട്ടോ. ഈ ഭൈരവിന്റെ വീട്ടിൽ ചുടാ വരരുതേ. ഞാൻ എന്നോട് മരിപ്പായപ്പോ പറക്കണത് മസാല തേച്ചോന്ന്. ഇപ്പൊ സമയം നോക്കാം, ഒന്ന് നോക്കാം. അരിച്ചിട്ടോ പണ്ടത്തെ പോലെ കൊയലെടുത്ത് അടിച്ചാൻ പോവാ. പണ്ട് ഈ കൊയലോണ്ടൊക്കെ ഇന്നെ എത്ര തല്ലിക്കണറിയാം. ഈ വെറുതെ അടിയിട്ടു ഒരു മനുഷ്യന് ഇല്ല, കൊത്തിരിപ്പ് അടിയിട്ടാണ്. അപ്പം ഈ കൊയലോണ്ട് അടി കിട്ടിയ കമന്റ് ബോക്സിൽ വരട്ടോ. അതാ അത് ദോശ ഇതൊക്കെ പരത്തണ ചപ്പാത്തി പരത്തണ കോയിലുണ്ട്, ചട്ടകം കൊണ്ട് ഒക്കെ അടി കിട്ടിയാല് കമന്റ് ബോക്സിൽ നിരക്കണം. ഇമ്മമാരെ അടി കിട്ടിയാല് വെറുതെ ആർക്കും
അടി കിട്ടൂല. വെറുതെ ഏത് ഉമ്മമാരും ഒരു മക്കളെയും തച്ചിട്ടില്ല. തല്ലൂല. തല്ലിയിട്ട് കാര്യം എന്ത് ഇഷ്ടാ കുട്ടികളെ. അനക്കതുകൊണ്ട് അടിയിട്ടില്ല. ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ അങ്ങനെ അടിച്ചാണ്. പണ്ടത്തെ ഉമ്മമാരെങ്ങനെ അറിയോ? ഇന്നെ അമ്മ എന്താ കാട്ടിയോ ഒരു ദിവസം ഒരു ഏറണിക്കണേ കത്തിന്റെ ഇതിലോട്ട് പോയി ഇത് കൊണ്ട് അടങ്ങ കേറ്റിയെടുത്തേ. എന്തൊരു കഷ്ടം. എന്താ ഇവിടെ ഉണ്ടാക്കണം ഇന്നിവിടെ പിന്നാമ്പറം ഇതാ ഇത് ഒരുപാടുണ്ടല്ലോ. വെട്ടിട്ടേ പറഞ്ഞു. ഇത് കത്തി ഉണ്ടാ കത്തി ഇമ്മച്ചി എടുത്ത് എറിഞ്ഞ് ഞാൻ അങ്ങനെ നിന്ന്. പിന്നുണ്ട് ബാക്കിലൂടെ ഇങ്ങനെ ഉറ്റിന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓടുമ്പോണ്ട് ഒരു നനവും ചോരങ്ങനെ ഉറ്റിന്. പിന്നെ എന്താ തപ്പിയൊക്കെ അതില് കുണ്ടയിക്കണം ഇവിടെ. എന്നിട്ട് എന്റെ അവസ്ഥ ഞാൻ നൊലോളിച്ചോ എറിഞ്ഞ ആളും കറിയാ. പിന്നെ അതാണ് ഇമ്മ കണ്ടില്ല പള്ളർച്ച് അടിച്ചിട്ട് കാണാം. പിന്നെ വല്ല കാര്യണ്ടോ? എറിഞ്ഞ് ഈ വയറാ ഈച്ചുണ്ട് പള്ളിയിലാണ് ആ സമയത്താണ് ഇങ്ങനത്തെ ആ സമയത്ത് നിങ്ങൾ ഈ ഒരു സാഹസികത മുതിർന്നല്ലോ എന്നാണ്. അതല്ല 9ാം മാസത്തിന്റെ നിറവിലും കത്തിയെടുത്തൊരാളെ കുത്തല ക്രൂരത. അതല്ല ഹോസ്പിറ്റലിലേക്ക് വെഞ്ഞും കൊണ്ട് പോകും. ഇപ്പൊ പറിച്ച സ്പോട്ട് തരും. ഇമ്മമാര് പറയുന്നിട്ടാ സ്പോട്ടിൽ വെഞ്ഞും കൊണ്ട് പോവുകയാണ് ഞാനേ. ഈ വയറ് ഇവനതിങ്ങ പൊത്തി പിടിച്ച് ഞാനും. എന്നിട്ട് വയറ് ഡോക്ടർമാർ എന്താ തീർന്നില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോണ്ടാന്ന്. ഞാൻ എന്താ അറിയോ അവിടെ ചെന്ന പീഡനം ഗാർഹിക പീഡനം. ഡാഡി വന്ന് ആരടാനെ കാട്ടി വെച്ചു. വെല്ലിപ്പാരാണ് നമ്മളൊക്കെ ഒരു സംരക്ഷണം എല്ലാ സമയത്തും. ലാസ്റ്റ് ഓടി ചെല്ലേണ്ട സ്ഥലമാണ് വെല്ലിപ്പാരും വെല്ലിമാരും ഉള്ള കാലത്ത് നല്ല പ്രൊട്ടക്ഷൻ ആവും. ഇന്നതേമാതിരി ഒരു ദിവസം ഇമ്മ കുടിച്ച് കോഴിക്കോട്ടിലിട്ട് അടച്ചില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ. അത് റബ്ബർ മാല് തലയിൽ കൂടെ പറഞ്ഞിട്ട് തന്നെ റബ്ബർ പാൽ ഇങ്ങനെ ബക്കറ്റിലാക്കി വെച്ചിരിക്കണേ. അത് തലയെ കൂടെ ഒഴിച്ചു. ഒരു കഷ്ടകാലം ആർക്കും വരണ്ട. റബ്ബർ മലൊക്കെ മുടിന്റെ അടിയിൽ പോയാൽ മുടിയൊക്കെ മൊട്ടടിച്ചെന്ന്. എന്നിട്ട് ഇമ്മ രാവിലെ പിടിച്ച് കോഴിക്കോട്ട് കിട്ടിട്ട് വൈകുന്നേരം തുറന്നു. കോഴിക്കോട് കയറാൻ നേരത്തെ ഞാനാണെങ്കിൽ ഇവനെ കോഴിക്കോട്ടിലല്ല റബ്ബറിന്റെ റാട്ടപ്പരെ എന്നിട്ട് ആ റബ്ബർ എടുക്കും നമ്മള്. വേസ്റ്റ് ആക്കൂലല്ലോ. ലാസ്റ്റ് കോഴിക്കള് മരുവിന് വാങ്ങിക്കൊടുക്കുമ്പോൾ ഉള്ളു കയറൂലേ. അപ്പൊ ഇച്ചക്ക് കിടക്കാൻ സ്ഥലമായിട്ട് അതുകൊണ്ട് ഇവനെ തുറന്നു വിട്ടു. കത്തിരി തെറഞ്ഞു കുത്തി തറച്ചിട്ടുള്ളൂ. ആ കോഴിക്കോട് ജസ്റ്റ് മറ്റേ ഗാന്ധിജി സിമ്പിൾ ആയിട്ട് ഒന്ന് വെടിവെച്ചു വന്നു. അതാണ് ഇത്ര പ്രശ്നം. അതേമാതിരി ഒന്നും കേൾക്കുന്നില്ല. അപ്പം മഴ ഒന്ന് കുറയണ ഒരു 5 മിനിറ്റ് നിർത്തട്ടോ ഗൈസ്. ചിക്കനാവാൻ കാത്തുന്നേ പഴക്കൊല പൗതി കേട്ടോ. പഴക്കൊല അഞ്ചു കൊടുത്താ പഴക്കൊല ഇതിന്റെ അടി വരെ പഴം ഉണ്ടായിനി. പഴം തിന്നു പഴം സൈഡായി. ഇനിയിപ്പോ ചിക്കൻ പോകുന്ന തോന്നുള്ള പഴങ്കി പഴം 4 പഴം തിന്നായിരുന്നാണ്ട്. പഴിച്ചു കളിഞ്ഞിട്ടെല്ലാരും എന്റെ ബുദ്ധിയായി പോയി. ഇതിക്ക് വെക്കടാ. മുളകും പൊടിനെ കുറിച്ച് ഇതിക്ക് വെക്ക്. ചുട്ടടങ്ങിയിട്ടില്ലല്ലോ. വെച്ചോ ഇവിടെ വെക്കടാ. എന്താ ഡേഞ്ചറായി വെക്കണല്ലേ. ഇങ്ങനെ അങ്ങനെ വെച്ചാവില്ലേ. എങ്ങനെ അടച്ചിട്ട് എങ്ങനെ വെക്കുക? എന്നാ പൊടി ചൂടുണ്ടാവട്ടോ. അടച്ചിട്ട് എങ്ങനെ വെക്കുക? ഇങ്ങോട്ട് വെച്ച പീസ് പോയി. അയ്യോ നുള്ളി പറിച്ച് പീസ് പോയി. ഇതിന്റെ അടിയിൽ
അതും നടക്കണ്ടോ? ഓക്കെ ഓക്കെ കുറച്ചേ ഒന്ന് നടുവ് പോവും. ഇതിന്റെ മേലെ വെക്കേനി കുറച്ച്. അടുത്ത ട്രിപ്പ് വരും. കത്തി പിടിച്ചോട്ടെ, അങ്ങനെ ചുഡല്ലേ. നരമ്പിൽ ഇങ്ങനെ തിരിച്ചു പാറും. അതല്ലേ നമ്മളേ ആ പച്ചക്കറിച്ച് ആ മനുഷ്യന്റെ പേരെന്താണ്? ആ ലിവർ കിങ്. ലിവർ കിങ് ഒക്കെ ആരോഗ്യപരമായി നിൽക്കാനുള്ള കാരണം ഇങ്ങനെ ഹാഫ് കുക്കഡ് സാധനങ്ങൾ തിന്നിട്ടാണ്. മൂപ്പര് കുക്കഡ് തന്നെ ഒന്നല്ല. മൂപ്പര് പച്ചക്കൊന്നും ആ ചോരൊക്കെ വലിച്ചു വലിച്ചു. അപ്പൊ ഞമ്മക്ക് ഹാഫ് കുക്കഡ് இருந்தாലും കുഴപ്പമൊന്നും വരൂല. ഒരു വയറുവേന ഉണ്ടാവും, കാരണം നമ്മൾ എന്നും തിന്നുള്ളല്ലോ അയാളെ. ഞാൻ മൂപ്പർക്ക് മെസ്സേജ് ബ്രോ എങ്ങനെ എടുത്തൊക്കെ സാധിക്കും? പൊട്ട അതിന്റെ ഈ ഭാഗം വന്നിട്ടില്ല. നമ്മളെ CD മീനാണ് കേട്ടോ, CD മീന്. കൂടെ ഒന്നല്ല, ഇത് പച്ച മീനാട്ടോ. CD മീനാണ്, നല്ല ടേസ്റ്റ് ആണ്. നിനക്ക് പോകാനാവണ്ടേ? ഇതാണാവല, ഇത് ചുടല്ലേ? പോയി നമ്മളറിയണം. ഇതിന്റെ ക്ഷമ പറഞ്ഞ സാധനല്ലോ മനക്കെ. ഈമാന്റെ പൗതിയാണ്. പെണ്ണെത്തുമ്പോഴും എനിക്ക് ക്ഷമ വേണം. അതൊക്കെ എല്ലാത്തിനും ക്ഷമാണ്. അതിന്റെ കാര്യമൊന്നുമില്ല. സൽമാൻ ആ കാര്യത്തിൽ തീരെ ക്ഷമല്ല. എന്തായിരുന്നു ഇന്നലെ ഉണക്കാൻ വെച്ച പോലെ ഉണ്ട്. ഇപ്പം പോയിട്ടോളൂ. എന്നിട്ട് എന്തായി? ഈ ചെറിയ എല്ലുണ്ടല്ലോ, ചമക്കബിൾ എല്ലാണ്. ചമക്കാൻ പറ്റും. ചമക്കബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇതിലുണ്ടാ. അതായത് ഈ കോയിന്റെ എല്ലാ എല്ലും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ചമക്കബിൾ ആയിട്ടുള്ള ഇതിന് ചമക്കബിൾ എല്ലുണ്ട്, അൺചമക്കബിൾ എല്ലുണ്ട്. നമുക്ക് ചമക്കബിൾ ആണ്. ചമക്കബിൾ എല്ല് പോയിരിക്കാണ്. അപ്പൊ അമ്മച്ചി എന്താ കുക്കിങ്ങിന് വേണ്ടി ആ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളോട് ആദ്യം പറയല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി, ഞങ്ങളെ കൂട്ടം. എന്താ ഇങ്ങോട്ട് ചന്തി പോയി അടി അടിച്ചോളി. നമ്മളെ 7up ടീം വന്നിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഇട്. ഇതെന്താ പോത്തും വണ്ടിയാ? ഫ്ലാഷ് ലൈറ്റ് ഇട്ടാ ഇതെന്താ ബോളിയത്തിന് അടക്കം വെച്ച പോത്തോ? വെള്ളം കയറിയ സൗണ്ട് പുലിന്റെ സൗണ്ട് ആക്കി. പുലിയൊക്കെ ഉണ്ട്. വേറെന്തൊക്കെ സൗണ്ട് ഉണ്ട്? ഹൊറർ ഉണ്ടോ? കാരണം രാത്രിക്ക് ഇങ്ങനെ ഒറ്റക്ക് 12 മണിക്കൊക്കെ പോകും. വാങ്ങിയ സാധനങ്ങൾ എടുത്തു. ഈ ചെങ്ങയുടെ വണ്ടിക്ക് സ്പെസിഫിക്കേഷൻ കൂടി പോയി. മഴ നനഞ്ഞിട്ടില്ലല്ലേ? മഴയൊന്നും നനയാത്തോണ്ട് ഇങ്ങോട്ട് കേക്കോ? എന്ത് കേക്ക്? അങ്ങോട്ട് വാ നോക്കട്ടെ. ഈ മഴ കൊള്ളാൻ പാടില്ല കേട്ടോ. എന്താ? ആണ്ടിലൊരിക്കൽ പെയ്യണ മഴയാണ് ആസിഡ് മഴ കേട്ടോ.
അതിൽ ആസിഡിന്റെ കണങ്ങളുണ്ടാവും. അപ്പൊ സ്റ്റീൽ ഉരുകി പോകുന്ന ചമ്മന്തി ചമ്മന്തി വേണം. ആ അതേപോലെ ചപ്പാത്തി ഉണ്ട് ഇവിടെ ഇല്ലല്ലോ. നമ്മളെ സാധനങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങിയത് എന്നോട് പറഞ്ഞിട്ടില്ലേ? വാങ്ങിയതാട്ടോ. 0 സാധനം. ഇതിൽ ആഡഡ് ഷുഗർ ഒന്നുമില്ല. 0. അപ്പൊ നമ്മൾ അവിടെ സെറ്റ് ആവട്ടെ കേട്ടോ. സാധനം സെറ്റ് ആക്കിണ്ട്. മുത്തേ എന്ത് നനഞ്ഞ കോയാളെ വരി നടക്കണേ. ഇങ്ങോട്ട് നോക്കട്ടെ. ഇതാണ് സൗദ് കേട്ടോ. സൗദ് ഫാൻസ് കമന്റ് ചെയ്യട്ടോ. കമന്റ് ബോക്സ് സൗദിന് വേണ്ടി സ്പാമിയാ. നമുക്ക് മുളകൊക്കെ ഉണ്ടോ? എവിടെ മുളകൊക്കെ ഇവിടെ തന്നെ എടുക്കല്ലേ നമ്മള്? പിടിന്ന് വാങ്ങല്ല. അതൊക്കെ എവിടെയാ കായ്ക്കണേ? ഇവിടെ മുളകെല്ലാം ഉണ്ടല്ലോ. വാ പോയോക്ക. മാപ്പ് ഉണ്ടോ? മരത്തിന്റെ അവിടേക്കുള്ള മാപ്പ് ഉണ്ടോ? ആ അവിടെ തീറ്റ് ലെഫ്റ്റോ? അടക്കപ്പായ എവിടെയാ? അപ്പൊ ഇവിടുന്ന് നമ്മൾ തിന്നണൊക്കെ ഇവിടെ ഉണ്ടാക്കണതാ? എടാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണ. അമ്മ അറിയാതെ പോയല്ല. മിനി പച്ചക്കറി തോട്ടം തന്നെ ഉണ്ട്. എക്സിക്യൂട്ടീവ് ഷൂ ഒക്കെ ഇട്ട് പോവാണ്. പ്രൊവൈഡ് ചെയ്യും. ഗൂഗിൾ പേയില് QR കോഡ് അയക്കാം. അപ്പൊ ഞാൻ ലൈക്ക് ഇടും. ആ QR കോഡ് അയക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതിന് ലൈക്ക് ഇടും. ഫോട്ടോക്ക് QR കോഡിന് ലൈക്ക് കിട്ടും. ആ ലൈക്ക് ഇട്ടും. പൈസ കിട്ടിയില്ലെങ്കിലും ലൈക്ക് ഇട്ടും. കറിയെ പറിച്ചാൻ പോയാ കട്ട് ചെയ്തോ. അപ്പം നമ്മളിത് നമ്മളെ വീട്ടിലെ ഈ ഭാഗത്തേക്കൊക്കെ നമ്മളിപ്പോൾ 1.5 കൊല്ലമായിട്ട് വന്നിട്ട് ഈ സൈഡിക്ക് കിട്ടേണ്ടതായല്ലോ. വയറ് നിറഞ്ഞല്ലോ. സൽമാൻ ചോദിച്ചു ഇവിടെ നിന്നിട്ടേ ഇത് സാധാ വായാണോ ചോദിച്ചു. അല്ലടാ തൻ്റെ ഒക്കെ പേരിലുണ്ടാവണം അതേപോലത്തെ വായനേന്ന് പറഞ്ഞു. കിട്ടേണ്ടത് കിട്ടിട്ടോ സൽമാന്. ഇമ്മ ഈ വായെല്ലാം വലുതായല്ല. എല്ലാ വായും വലുതാ. ആ വായന്റെ ഒക്കെ സൈസ് കാണിച്ചു. നമ്മളെ 2 ഇരട്ടി വലുപ്പമായിട്ടോ വായൊക്കെ. വായാകുമ്പോ ഒരാള് കോയിനെ പോയി രക്ഷിക്ക്. എവിടെയാണ്? ആ അതാ നമ്മളെ വീട്ടിൽ കേട്ടോ. ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളെ മുളക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. നമ്മള് പുറത്തുനിന്ന് വാങ്ങില്ല. 3 മതി. മുളക് എരുണ്ട് കേട്ടോ. മതി മതി മതി. ഇതെന്താ അടിച്ചാ? ഇതെന്ത് ചെയ്യടി അമ്മ? ഇതെന്താ? നാരങ്ങയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കല? ഈ ഭാഗത്ത് ഫുള്ള് കൃഷിയായിട്ടോ. കർമൂസൊക്കെ വെച്ചില്ലേ? കർമൂസൊക്കെ വന്നിട്ട് നമ്മളെ വീട്ടില്. മാഷാ അല്ലാ. മഴ പെയ്തോണ്ട് കേൾക്കണ്ടാത്ത കരിയേപ്പിനെല്ലാം നമ്മൾ എടുക്കണം കേട്ടാ. ഇവിടെ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വളമയോടെ വളർന്നത് ഇതാട്ടോ വായാണ്. നമ്മളെ 2 ഇരട്ടി ഹൈറ്റായി. നമ്മൾ വെച്ചത് നമ്മളെ ഹൈറ്റുള്ള. ഇനി ഇപ്പൊ രണ്ടാൾ ഹൈറ്റായി കേട്ടോ. ഇത്ര ഹൈറ്റിലൊരു വാഴ അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം ആയിട്ടോ. ഒന്ന് ക്ലോസ് പിടിക്ക്. ക്ലോസ് ലുക്ക് കാണിച്ചു കൊടുക്കും. ഓ ചെറുതായിട്ടൊന്നൊരു കരിവ് വന്നു. അത് ടേസ്റ്റിനാണ്. ഇത് ചാർക്കോൾ ചിക്കനാണ്. അപ്പോൾ ചെറിയ കരി ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? ഇതിന്റെ പേര് പറഞ്ഞാൽ നാളെ സ്കൂളിൽ പോകാൻ നിൽക്കണ്ട കേട്ടോ. സ്കൂളിൽ പോയിക്കൊണ്ടി. ചിക്കൻ ചുടേനി ടീച്ചറെ അറിയും. അപ്പോൾ അതും പോയി പറയും. മിസ് ഇന്നെ വിളിക്കുക. എന്നോട് ചോദിച്ചു പറയണോ? എന്നോട് ചോദിച്ചു വെള്ളിയാഴ്ച ഫീഫ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ എനിക്കറിയില്ല മിസ്. ഞാൻ വീട്ടിൽ ഇവിടുത്തെ ഫുഡുന്നാ പുറത്തത്തെ ഫുഡുന്ന. എടാ ഇത് കരിഞ്ഞടാ.
ഇല്ല ഇത് ആ കരിവരി വേണം. അത്ര കൈ വേണ്ടത്. ഇപ്പുറത്തോ ഇത് മതി. അപ്പൊ പാകായോ? ബാസിലെ അത് തട്ടേക്ക് ഒരു മിനിറ്റ്. അത് മസാല അടുപ്പിനാണ് മൂടിട്ട് തീരെ ക്ഷമല്ലേ ഒരു കാര്യത്തിലും. എനിക്ക് എവിടെ എത്തണം എന്നറിയാം ഇവിടുന്ന്. അതെന്തെങ്കിലും മനസ്സിലാക്കാത്ത ഇതൊക്കെ ആക്കണേ. 12 മണിക്ക് മലപ്പുറത്ത് പോയാല് ഞാൻ പറഞ്ഞ എനിക്ക് 1 മണിക്കൂർ കറക്റ്റാ വേണ്ട. ശരിക്കും നമ്മക്ക് ശരിക്കും 40 മിനിറ്റ് മതി. പക്ഷെ മെല്ലല്ലേ പോവാം, ആ സ്പീഡ് മതി. ഞങ്ങളാണെന്ന് എന്തായാലും അരമണിക്കൂർ കൊണ്ടുത്തില്ലേ. 1 മണിക്കൂർ മതി രാത്രി പോകുമ്പോ. 12 മണിക്കല്ലേ ഇത് നീ കൊണ്ടിരിക്കുന്നത് അവിടെ ഇത് കൊണ്ടുവരണ്ടേ, പാത്രം കൊണ്ടുവരണ്ടേ, കാസറോളേക്കാരം. അതാണ് എൻ്റെ ഒരു സ്റ്റൈല്. മരക്ക് അങ്ങനെയാണ് കാസറോളും കൊണ്ടുവരും. ഉണ്ടാക്കി കഴിഞ്ഞ കിട്ടുമ്പോ സാധാ അലുമിനിയം പാത്രത്തിൽ ഇട്ടാൽ തിന്നെയാണ്. അതായത് ഉണ്ടല്ലോ, അതായത് പാരമ്പര്യമായി ഇങ്ങനെ നടന്നു പോകുന്ന കുറച്ച് കീഴ്വഴക്കങ്ങളുണ്ട്. എന്തെങ്കിലും വീട്ടിൽ പുതുതായി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാസറോളിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മള് കാസറോൾ ഇങ്ങനെ തുറക്കുമ്പോണ്ടല്ലോ ആവി വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നീരാവിയൊക്കെ വന്നാണ്ട് ഇങ്ങനെ ലവ്ലി ലവ്ലി. ഞാൻ പറഞ്ഞേ പണ്ട് സ്പൈഡർമാനെ കാണാൻ പറ്റും. 8 മുന്നിൽ കൊണ്ട് വരല് നോക്കും സ്പൈഡർമാൻ അവന്. ഞാൻ മാത്രം എല്ലാരും വെച്ചിട്ടുണ്ടാവും. പറഞ്ഞെ വെച്ചിട്ടില്ലേ? ചെറിയ പേടിണ്ട്. എന്നാലും ആവുകയാണെങ്കിൽ മെച്ചല്ലേ. അതൊക്കെ എല്ലാരും ചെയ്താണ്. ആവുകയാണെങ്കിൽ ഒരു സ്പൈഡർമാൻ ആവട്ടെ ചെയ്തില്ല നമ്മളതൊക്കെ. ഇതിലൊന്നും ഇപ്പൊ ഇത്ര ചിരിച്ചല്ല. എടാ ഇത് ആ ഇട്ടലിന്റെ തലമുട്ട അമ്മാരി മുട്ട നമ്മള് മുട്ടിയെ പിന്നെ അമ്മാർക്കൊക്കെ ഒരു ഇതാണ്. എടാ എട്ടാലി വെള്ളത്തിട്ട് ഗർഭിണിയായിട്ടാണോ? എടാ എന്തിനാ എട്ടാളി? ആ എട്ടാലി ഇങ്ങനെ നിൽക്കണ എന്തിനാ എല്ലാവരും പറഞ്ഞു കേട്ടോ. എട്ടാലി വയറ് നിറച്ചിക്കണത് എന്തിനാണെന്നല്ല എല്ലാവരും പറഞ്ഞുതരാം. കമന്റ് ചെയ്യാട്ടോ, എന്തുകൊണ്ടാണ് എട്ടാലി ഈ ഒരു ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് പറഞ്ഞിട്ട് അറിയണോല്ലേ പറഞ്ഞു കേട്ടോ. കമന്റ് ചെയ്യാം. ഉണ്ടാക്കിയോണ്ട് പറയല്ലോ നല്ല ടേസ്റ്റ്. നമ്മളെല്ലാം ഉണ്ടാക്കിയല്ലോ. അല്ല അങ്ങനെയല്ല, എന്നാലും നമ്മള് ചുട്ടോണ്ട് ഇത് പൂട്ടിച്ചാണിമ്മ അല്ല ഇതേ. ഞാൻ നോക്കിക്കൊണ്ട് അവിടെ കിടക്കും. ഞാൻ നോക്കണ്ട. ഞാൻ നോക്കിക്കൊണ്ട് ഞാൻ നോക്കാം. കമ്പനിക്ക് തന്നെ ഏൽപ്പിക്കും. ബ്രെഡ് വാങ്ങണ്ടീനോ? ചിക്കൻ മാത്രം സുഹൃത്തുക്കളെ, എല്ലാ ഇമാർക്കും ഒരു പരിപാടിയാണ്. എന്തുണ്ടാക്കണമെങ്കിലും അതിൽ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടായിടുക. അതിന് എന്തൊക്കെയാണ് കിട്ടാണ്ട് ഗുണങ്ങളുണ്ടൊക്കെ പറഞ്ഞിട്ട്. അതേമാതിരി കുറേ ഇല വർഗ്ഗങ്ങൾ. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ നിന്ന് ഇതാ തിന്നണത്. എന്നിട്ട് പെരി കഴിയുമ്പോൾ കാണാം ഇമ്മ കുറേ ഇലയും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവിടുന്ന് ഇല ഇവിടുന്ന് ഇല. ആകെ ഒരു ഞാൻ സസ്യബുക്ക് എന്നെ ആടോ ഇമ്മത് കേൾക്കണം. ഈ വ്ളോഗ് കാണണം. എനിക്ക് നേരിട്ട് ഈ പ്രതിഷേധം അറിയിക്കാൻ പറ്റിയില്ല. യൂട്യൂബിൽ അറിയിച്ചു ഞങ്ങള്. എനിക്ക് വീട്ടിൽ നിന്ന് ഇല തരുന്ന നിർത്താം. സ്കൂളിൽ നിന്ന് പച്ചക്കറി ഇലയും പയറും ഇതൊക്കെ തന്നെ തിന്നണത് സ്കൂളിലേക്ക്. ഇനി കഞ്ഞിത്താത്ത എന്തിനാ ലീവ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പകരം മൂന്നാക്കി കൊടുക്കണം. നേരിട്ട് മനസ്സിലാവട്ടെ. സ്കൂൾ കൊണ്ടുപോവാ അറിയട്ടെ. അതിനനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ മെനു എനിക്ക് തയ്യാറാക്കി തരാൻ പറയാം. ഇതെന്താ വെച്ചാല് ഞാനൊരു സസ്യ ബുക്ക് അന്നെ മോചിപ്പിക്കാൻ ഒരാള് വരുന്നുണ്ട്. മുത്തേ വരട്ടെ. ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തരോ ഇതിനൊക്കെ മോചനം നേടാൻ എന്റെ മനസ്സറിഞ്ഞ എനിക്ക് കുക്ക് ചെയ്ത് തരാൻ ഒരാൾ എനിക്ക് വരട്ടെ ഞാൻ പ്രാർത്ഥിക്കണം. അത് നമ്മളോടൊപ്പം ഇടക്ക് സരോജിനി ചേച്ചി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. സൂപ്പർ ഫുഡ്. ഇവിടെ ആഴ്ചമതിയില്ല ചേച്ചി. ആദ്യം മതി. അവിടെ ചേച്ചിയാ? അവിടെ ഇല്ലാത്ത ചേച്ചി അല്ല സരോജിനി ചേച്ചി. ഇജമോളും വരും. അവരൊന്നും അല്ലാത്തൊരു വ്യക്തി വരട്ടെ എന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. മാഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. അങ്ങനെ ഒരാൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുറച്ച് ജീരകം മുറുക്കി തൊള്ളക്കിട്ട് അഴിഞ്ഞായും നടത്തുന്ന വാസിലാക്കുന്നല്ലേ സംഭവം എടുത്താണെന്നൊക്കെ പറഞ്ഞേ ഇന്റെ ഞാൻ എടുക്കാത്ത ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുന്നത്. ഞാൻ പോലും തൊട്ടിട്ടില്ല. ഡിക്ഷണറി ഒക്കെ എടുത്ത് ഒരുപാട് പഠിക്കാണ്ടല്ലേ.
എന്റെ ടീച്ചർ എന്തോ ഒരു മെസ്സേജ് ഇട്ടിക്കണം, എന്തോ ഒന്ന് കൊണ്ടുവരണം, ബോട്ടണിയോ കുറച്ച് വിദ്യാഭ്യാസം കൊണ്ടുവരണം കാര്യം, ഇന്നലെ സബ്മിറ്റ് ചെയ്തേ എടാ മീൻ കുറച്ച് വിവരം കൊണ്ടുവരണം പറഞ്ഞു. മീൻ പൊരിച്ചണോ ചൂടണോ? മീൻ ചുടാൻ വേണ്ടി ഉണ്ടാക്കിന്. ഇതെങ്ങനെ പോരോ? മീൻ ചുട്ട കഴിക്കാൻ വേണ്ടിട്ടാണ് ചുട്ടത്. അല്ല അത് പൊരിച്ചല്ലേ. അന്റെ ഒരു തിരക്കോ? ഇപ്പൊ 2 പീസ് കൊടുത്തു കൊണ്ടേക്കോ, പാർസൽ ഉണ്ടേക്കോ. സൽമാനെ ഈ മീനൊക്കെ ഇങ്ങനെ നശിപ്പിച്ചാണ്ടല്ലോ പടച്ചോന് അങ്ങനെ ഒരു സൂറെന്ന കാഹളത്തിനൊരു ഊത്തുക. പടച്ചോന്റെ ഊത്തല്ലോ നമ്മളെ അല്ല, അങ്ങനെ നമ്മൾ ഊതാൻ പാടില്ല. പടച്ചോന്റേതായിട്ടില്ലേ വേറുണ്ട്, നമ്മളെ ശക്തിയിൽ വരും. ഇത് സൂറിന്റെ പടച്ചോനല്ല പറഞ്ഞു. അല്ലല്ല, ഇത് മറ്റേ ഓട് ഫാക്ടറിയിലെ സൗണ്ട് ഉണ്ടാവില്ലേ രാവിലെ 6 മണിക്ക്, ആ സൗണ്ട് ഇവിടെ വല്ലപ്പോഴേക്കും ഓട് ഫാക്ടറി. എന്നെ തൊണ്ടടിച്ചിട്ടില്ല മച്ചി. അതായത് എല്ലാ ഇമ്മാരി ഒരു ആസ്ഥാന ആയുധാണ് ഈ ഓടക്കോയില്. അതായത് ഉണ്ടല്ലോ, ഇതെന്ന് അടുക്കളയിൽ നിന്ന് മാറുന്നു. അതായത് ബോധിധർമ്മന്റെ ഡോങ്ക്ലിന്റെ ആയുധം കണ്ണനി ഹിപ്നോട്ടൈസ് ചെയ്യും ഇങ്ങനെ ഉണ്ട്. അത് ഉമ്മമാരെ ആയുധം എന്താണ്? ഓടക്കോയിലേനി. ഓടക്കോയൽ വിളി കേട്ടോ രാധേ എന്താതെ കണ്ണനെന്നെ വിളിച്ചോ രാധേ രാവിൽ. ഇപ്പൊ പണ്ട് സബ്ജിയിലേക്ക് ചെല്ലിങ്ങാണ്ട് പൗതിക്കൊന്ന് അല്ല അങ്ങനെ പറയുന്നല്ലോ, പൗതിക്ക് നിർത്തിയതാണ്, അങ്ങനെ തന്നെ പറയും. അത് ശസ്ത്രകുലം പോയതാണത്. പോയ സാധനല്ലേ ശസ്ത്രകുലം അതൊരു കുലാണ്. ശസ്ത്രകുലം പോയപ്പോ പാട്ടുന്നു. പാട്ട് എന്നതാണ് അന്ന് ഓനോട് പാടാൻ പറഞ്ഞ ആ പാട്ട് മെമ്മറൈസ് വരുന്നു. ആ പാട്ടൊന്ന് പഠിക്കാം. മക്കോർമിക്ക ഹക്കിലത് മിക്കോ സുഗതപ്പൊൻ ഷൗക്കിലരിപ്പം ബങ്കോശം തികമികവാലതി ബാദരൊത്ത വാദനം ശോഭ തരിശുടബുസ്തി കോതിയൊത്ത ജമാലും ശാബ മമതമികന്തോർ സുന്ദരദീനിൻ പോരുളറിന്തേ മനമതിലെങ്കും മിസ് അബുരങ്കായി ഉണർന്ന് ചിന്ത് പിടർന്ന് നടന്നവരർക്കം വൈത്തുടെ പാശം നേശമിലെ ചൊങ്കിലെ നാദം ചിന്തുബേജ പിന്നുള്ളറിയാനുണ്ടാശയിലെ മക്കാബക്കോർമിക്ക ഹക്കിലതിർപ്പം ബങ്കോശം മികവാൽ മിക്കോർ സുഹൃദപ്പൊൻ ഷൗക്കിലരിപ്പം ബങ്കോശം തികവാ. അന്നത്തെ ജഡ്ജസിനെ ഇത് പൗതിക്ക് നിന്നെങ്കിലും വീണ്ടും പഠിക്കണം കേട്ടോ. പൗതിക്ക് നിന്നെങ്കിലും അന്നത്തെ ജഡ്ജസ് പാട്ട് പാടി തരിപ്പിളിക്കണേ. പോയി കാണണം കേട്ടോ. ഏത് ക്യാമറ ഉണ്ടാലും അതല്ലേ ഓൻ ചിലപ്പോ ഈ ഡിസംബർ വെക്കേഷനിൽ വരികയാരം സ്കൂൾ കൂട്ടണേ. കുപ്പിനോടും പറഞ്ഞോണ്ടേ കൂട്ടേ വിഷയല്ല. അതേമാതിരി ആൾക്കാരൊന്നും ഇല്ലാതെ ഒഴിഞ്ഞ് കിട്ടണം. അത്രേ അങ്ങനെ ഒഴിഞ്ഞ് തരാൻ പറ്റിയ കുട്ടികളുടെ തരട്ടോ. അതായത് ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുള്ള കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തരാട്ടോ. ഉണ്ടായിരുന്നു അപ്പൊ അപ്പോൾ ഞമ്മക്ക് നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ വരും. അതായത് നമ്മളിങ്ങോട്ട് കൊണ്ടുവരുമല്ലേ, എന്നിട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വിടും. നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. അപ്പൊ താല്പര്യമുള്ള കമന്റ് ചെയ്യട്ടോ. ബിഗ് ബോസ് പോലെ അതായത് 2 ദിവസം ഉണ്ടാവുള്ളൂ. കുട്ടീന്റെ മേലുള്ള കണ്ണുങ്ങൾക്ക് ഫുൾ ആയിട്ട് ഉണ്ടാവും. കാരണം 4 ആംഗിളും ഞാൻ CCTV വെക്കും. അതിൽ സ്ട്രീമിംഗ് വരും. കുട്ടി അതിലാണ് പോണത്, കുട്ടി അതിലെ വരുന്നത്, സൂപ്പർ ചാറ്റ് ഒക്കെ ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് കുട്ടിക്ക് ആവശ്യമില്ല സംഭാവനകളൊക്കെ സംഭാവനകൾ. നമ്മുടെ ചാനൽ ഇപ്പൊ സംഭാവനകൾ സ്വീകരിക്കണ കാലാട്ടോ. നമ്മളങ്ങനെ സ്വീകരിച്ചിട്ടില്ല. സംഭാവന വേണം നമ്മൾ പറഞ്ഞിട്ടില്ല. അതായത് എല്ലാ സംഭാവനകളിലേക്ക് മാറാണ് ലോകം. ബാസിലിന്റെ 26-ാം തീയതി സ്ട്രീമിൽ സംഭാവന ഉണ്ടോ? 26-ാം തീയതി സ്ട്രീമിങ് ആരും വിചാരം ഞാൻ സ്ട്രീം ചെയ്യണതാണ്. കണ്ട് നെട്ടും എല്ലാരും കാണാം. 26-ാം തീയതി ബാസിലിന്റെ ചാനലിൽ രാവിലെ 9 മണിക്കൊരു വീഡിയോ വരും.
വരുമോ? ലൈവ് സ്ട്രീമിങ് ആ പരിപാടി ഞാൻ ഷൂട്ട് ചെയ്തോണ്ട് സ്ട്രീമിങ് വരുന്നത് എല്ലാരും കാണണം. കണ്ടോണ്ടി തീ പാറും. ആദ്യത്തെ സൂപ്പർ ചാറ്റില് 10-20 വെച്ച് അയച്ചുകൊണ്ട് ആ ഒരു പരിപാടി വിജയിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ടിക്കറ്റ് സൂപ്പർ ചാറ്റിൽ കൂടെ അയച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറയണ്ടോ. അതിന് പൈസ അയച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്. സ്വർഗത്തിലുള്ള ടിക്കറ്റിന് സൂപ്പർ ചാറ്റിൽ പൈസ വിടുകയാണ്. അപ്പൊ 250 വെച്ച് അയക്കടോ ആൾക്കാര്. ആലോചിച്ചൂടെ റബ്ബേ. അല്ല കാക്കട്ടെ. അയക്കണോലി വാങ്ങണോലേക്ക് അല്ല കാക്കട്ടെ. അതേ നമുക്ക് പറയാം. ഒന്നും എതിരഭിപ്രായം ഒന്നും പറയല്ല. സൽമാനെ ഇവന് വാങ്ങിക്കും ടിക്കറ്റ്. നിസ്കാരം തോൽപ്പൊന്നുമില്ല. ടിക്കറ്റ് പോന്നോട്ടെ. എനിക്ക് പടച്ചങ്ങനെ സിറാദ്മാരെ കോൺക്രീറ്റ് അല്ല ആടാ ഇത് വാങ്ങിയിട്ട് തന്നിട്ട് കാര്യമില്ല. സ്വർഗത്തേക്ക് ടിക്കറ്റ് മറ്റേ ടിക്കറ്റ് മേലാണല്ലോ പാസ്. ഇന്ന് നിലമ്പൂര് പാട്ടോ സമയം കണ്ട അല്ല കാക്കട്ടെ. അത്ര വരാനുള്ളൂ. പടച്ചോ കാക്കട്ടെ. ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഒരുപാട് കിട്ടിയില്ലേ? ബാക്കിയുള്ള ചിക്കനായിട്ട് കാണണ്ട. ബാക്കി ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പൊ നമ്മള് കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട്? ചപ്പാത്തിയാണോ? സൗദ എങ്ങനെയുണ്ട്? ജാനി തിന്നിട്ടില്ലല്ലോ. തിന്നോ? ബസ്സിലും മന്തി നല്ലതാ. ചപ്പാത്തി എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടോ സൂപ്പർ. അപ്പം ഈ ഒരു എളിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പറയണില്ല. കാരണം നമ്മളെ പണ്ടത്തെ ഒരു സ്റ്റൈലാണ്, നമ്മൾ ആദ്യം ചെയ്ത സ്റ്റൈലാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടിഷ്ടം എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാട്ടോ. ആ നന്നായി ശർബത്ത് മീൻ കല്ലുമല. ഒതന്റിക് ടേസ്റ്റ് ആണ്. ഒതന്റിക്. അപ്പം കണ്ടിഷ്ടപ്പെടുന്ന എല്ലാം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നമ്മൾ ഒരുപാട് വ്ളോഗായിട്ട് ഇനി വരുന്നതായിരിക്കും. പിന്നെ ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ. എല്ലാവരും ചാറ്റെടുത്താണ്. ഇത് ചുട്ടത് ആരാണെന്നുള്ള കമന്റ് ബോക്സിൽ പറയാം. ഞങ്ങളാണോ ഉമ്മച്ചിയാണോ എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക. ബൈ ബൈ.